നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വൈറൽ ഫേസ് പാക്കാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫേസ് ഭയങ്കര ആപ്പിൾ പോലെയും ചുവന്ന് തുടുക്കും, ഭയങ്കര ഗ്ലോ കിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു വൈറൽ ഫേസ് പാക്കാണ് ഇന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഭയങ്കര വലുതായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ബട്ട് ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര അമേസിങ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്കിന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഫേസ് പാക്ക് എന്നുള്ളത് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വൈകിക്കാണ് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ കൂടി വേണ്ടത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ്. ഞാനിവിടെ ആൽപ്സ് ഗുഡ്നസ് ബ്രാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് ഓപ്ഷൻസ് ഞാൻ കമൻറ്റ് സെക്ഷനിലും അതേപോലത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൻ്റെ മാത്രമായിട്ടുള്ള റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും തന്നെ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് മിക്സ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത് നന്നായിട്ട് ബീട്രൂട്ടിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്ലഡും അങ്ങനത്തെയൊക്കെ ഒരു ഫീലാണ് ഉള്ളത്. കുറച്ചൊരു എന്താ പറയുക, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫേസിൽ മൊത്തമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഭയങ്കര സ്മൂത്താണ്. കാരണം നല്ല പൗഡർ ഫോമിലുള്ളതിനെ കൊണ്ട് തന്നെ നല്ല ടെക്സ്ചർ, നല്ല സ്മൂത്താണ്. ഇത് ഡ്രൈ ആവാനും അത്ര സമയം വേണ്ടി വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കഴുത്തിലും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് വീഡിയോൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഫേസിൽ മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഏത് ഫേസ് പാക്ക് ആണെങ്കിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുത്തു ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം സ്പോഞ്ച് വെച്ചിട്ടൊന്ന് തുടച്ച് നോക്കി കേട്ടോ, ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സ്പോഞ്ച് വെച്ച് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. റിസൾട്ട് നിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. സ്കിന്നിന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ ചില വേറെ ആൾക്കാർ ചെയ്ത വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്കിന്ന് ഭയങ്കര റെഡായിട്ട് മാറിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ആയിട്ടില്ല. അങ്ങനെ വല്ലാത്തൊരു പിഗ്മെൻ്റ് ഒന്നും ഈ ഒരു പ്രോഡക്റ്റിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഇത് ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡിൻ്റെ വ്യത്യാസം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അവർ ഉപയോഗിച്ചത് വേറെ ബ്രാൻഡായിരിക്കാം. പക്ഷേ എനിക്കങ്ങനെ ഭയങ്കര ചുവന്ന് കിടക്കുക അല്ലെങ്കിൽ ചോപ്പ് പിടിച്ച പോലെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നോർമലായിട്ട് തന്നെയാണുള്ളത്. വാഷ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചോപ്പ് ഉണ്ടായിരുന്നെങ്കിലും വാഷ് ചെയ്തത് പോയി. ഞാൻ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാണ്ടാണ് വാഷ് ചെയ്തത്. എന്നിട്ട് പോലും എനിക്കാണ് റെഡ്നെസ് ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതിൻ്റെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്, നന്നായിട്ട് സ്കിന്നിന് ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയും. നമ്മളൊന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് അത് ബീട്രൂട്ടിൻ്റെ ഈ പൗഡർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നമുക്ക് തൈര്, തേൻ, റോസ് വാട്ടർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. വെറുതെ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് പോലും ഇത്രയും റിസൾട്ട് ഉണ്ടെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തിടാം കേട്ടോ. ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുന്നേ, അപ്പോൾ മേക്കപ്പ് ഒന്നും ഇടാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് വളരെ മിനിമലായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിലും ആ സ്കിന്നിന് ആ ഒരു ഹെൽത്തി ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കാരണം റെഡി ടു യൂസ് ആണ്. ജസ്റ്റ് മിക്സ് ചെയ്യണോ വെള്ളത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണോ, ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഈ വീഡിയോ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ അയക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് എടുത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഒരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.